എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ ചുന്ദരക്കുട്ടൻ അവൻ ഒരുപാട് പരിക്ക് പറ്റി ചോരയിൽ കുളിച്ച് അങ്ങനെ വീണ് കിടക്കാണ്. അപ്പ ആ കൊറ്റുവില്ലൻ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവന്റെ അടുത്തേക്ക് ഓടിയെടുക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ഇസുക്ക് പയ്യൻ ആ ചുമര് തകർത്ത് ഇപ്പൊ കറക്റ്റ് ആയിട്ട് അവിടേക്ക് ചാടി വീഴും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് നൈറ്റയും ഐസമ മാസ്റ്ററും ബാക്കിയുള്ള ടീംസും ചേർന്ന് ഇപ്പൊ ആ ഷെയ്ക്ക് വില്ലനെ അവനെ കറക്റ്റ് ആയിട്ട് ഇപ്പൊ മടക്കി ലോക്ക് ചെയ്യും. ഓൾറെഡി അവൻ ആ ബിൽഡിംഗ് മുഴുവൻ കൊളാപ്സ് ആക്കിയതുകൊണ്ട് തന്നെ അവർക്ക് കറക്റ്റ് ആയിട്ട് ബാക്കിയുള്ള ആളുകള് അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. വില്ലനാണെങ്കില് അവന്റെ പവർ യൂസ് ചെയ്യുന്ന ടൈമില് ഡ്രഗ്സ് അടിച്ചിരുന്നു. അതുകൊണ്ട് അവനും പഴയതൊന്നും ഓർമ്മയില്ല. മാത്രമല്ല അവന്റെ പവർ കുറഞ്ഞ് പഴയതുപോലെ ആക്കി മാറ്റാനും അവനെ കൊണ്ട് ഇപ്പൊ സാധിക്കുന്നില്ല. അപ്പൊ അതിന് ഐസമ മാസ്റ്റർ ലീഗ് ഓഫ് വില്ലൻസിലെ ടോഗയും വൈസും അവർ രണ്ടുപേരും ഇവിടെ എവിടെയെങ്കിലും കാണും. അവരുടെ പേര് കേട്ടുടനെ ഇപ്പൊ ഷെയ്ക്കിംഗ് വില്ലൻ അവൻ നിലവിളിച്ചു പറയും, നിങ്ങൾ രണ്ടുപേരും എവിടെ ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളെ വിടില്ല. എന്റെ കയ്യിൽ കിട്ടിയ ഉറപ്പായിട്ടും അടിച്ചു കൊല്ലി ഞാൻ. കേൾക്കുമ്പോ ഇപ്പൊ നൈറ്റേക്ക് മനസ്സിലാവും അവർ രണ്ടുപേരും ഇവിടെ എവിടെയോ ഉണ്ടെന്ന്. അതിനാ കമ്മലിട്ട സൂപ്പർ ഹീറോ അവൻ പറയും, നമ്മുടെ ജോലി ഇപ്പൊ ലീഗ് ഓഫ് വില്ലൻസിനെ അവരെ കണ്ടുപിടിക്കുക എന്നതല്ല, മറിച്ച് ആ പെൺകുട്ടി അവളെ രക്ഷിക്കുക എന്നതാണ്. എല്ലാവരും അതിനുവേണ്ടിയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതും പോരാഞ്ഞ് വില്ലന്മാര് നമ്മളെ ഓരോരുത്തരെയായിട്ട് ഓരോ ഭാഗത്തേക്ക് ഇപ്പൊ സെപ്പറേറ്റ് ചെയ്യാണ്. ഉറപ്പായിട്ടും ലീഗ് ഓഫ് വില്ലൻസിന്റെ കാര്യം അത് പോലീസ് നോക്കിക്കോളും. നമുക്ക് എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്തണം. ആക്ച്വലി ഈ കടുക്കൻ സൂപ്പർ ഹീറോയ്ക്കും ഒരു പെൺകുട്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ മകളായിട്ടാണ് അവൻ ആ ചിന്ന പെണ്ണിനെ കാണുന്നത്. ആൾക്ക് നമ്മുടെ ഇസുക്കിന്റെ മേലെ നല്ല വിശ്വാസമുണ്ട്. ആരെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലും ഉറപ്പായിട്ട് ഇസുക്ക് പയ്യൻ അവൻ അവളെ വീണ്ടെടുക്കും. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ടോഗയും ട്വൈസും അവർ രണ്ടുപേരും നമ്മുടെ ആൾക്കാരുടെ മൂവ്മെന്റ്സ് അത് കറക്റ്റ് ആയിട്ട് നോക്കിയിരിക്കുകയാണ്. ഈ ടോഗ പെണ്ണിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇസുക്ക് പയ്യന്റെ ബ്ലഡ് എടുക്കണം. കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാര് അവരങ്ങനെ നടന്ന് മുൻപോട്ട് എത്തുമ്പോഴായിരിക്കും വലിയൊരു ചുമര് മുൻപിൽ കാണുക. ഇസുക്ക് അവൻ ചാടി വന്ന് ഇപ്പൊ കൊറ്റിവില്ലന്റെ മോന്തയ്ക്ക് തന്നെ ഒരൊറ്റ ഇട്ടി. ആ ഒരു ഇട്ടിയില് അവൻ കറങ്ങി അടിച്ചു വീഴും. ഗ്യാപ്പിൽ ഐസമ മാസ്റ്റർ ആളുടെ പവർ ഉപയോഗിച്ച് കൊറ്റിവില്ലന്റെ പവർ അതിപ്പോ മുഴുവനായിട്ടും ഇറേസ് ചെയ്യും. സോ നമ്മുടെ ആൾക്കാർക്ക് ഇനി സുഖമായിട്ട് ആ വില്ലനെ അവനെ അടിച്ചു തോൽപ്പിക്കാം. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പൊ ചുന്ദരക്കുട്ടപ്പനെയും ആ പെൺകുട്ടിയെയും ഇപ്പൊ നമ്മുടെ ആൾക്കാര് രക്ഷപ്പെടുത്തി. ഇസുക്കും ഐസമ മാസ്റ്ററും അവര് രണ്ടുപേരും ചേർന്ന് കൊറ്റിവില്ലനെ വീണ്ടും അടിക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് ഓടിയെടുക്കും. കൊറ്റിവില്ലനാണെങ്കില് അവന്റെ പവർ എടുക്കാൻ ശ്രമിക്കും, പക്ഷെ അവനെ കൊണ്ട് കഴിയില്ല. നമ്മുടെ ആൾക്കാർ തൊട്ടടുത്തെത്തുമ്പോ ഏതോ ഒരു വില്ലൻ ഇപ്പൊ ചാടി വീണ് ഐസമ മാസ്റ്ററെ ഇടിച്ചു തെറിപ്പിക്കും. കൊറ്റിവില്ലനാണെങ്കില് ഇപ്പൊ ഇസുക്ക് പയ്യനെ അവനെ തള്ളി താഴെയിട്ട് മുൻപോട്ടേക്ക് ഉഷാറായിട്ട് ഓടും. ആ ഒരു വില്ലൻ അവൻ ഐസമ മാസ്റ്ററെ തൊട്ടത് മുതല് ഐസമ മാസ്റ്ററിന്റെ സ്പീഡും പവറും ഇപ്പൊ കുറയാൻ തുടങ്ങും. മാസ്റ്റർക്കാണെങ്കില് മാസ്റ്ററിന്റെ കണ്ണു തുറന്നാൽ മാത്രമേ അവന്റെ പവർ അത് എറേസ് ചെയ്യാൻ കഴിയൂ. കട്ട് ചെയ്ത ഇസുക്ക് അവൻ വീണ്ടും ആ കൊറ്റുവില്ലന്റെ അടുത്തേക്ക് ഓടി അടുക്കും. ഹീറോ തൊട്ടടുത്തെത്തുമ്പോ അവൻ ആ കല്ലും പാറയും വെച്ച് ഇപ്പൊ ഇസുക്കിനെ അറ്റാക്ക് ചെയ്യും. ചോര തുളുമ്പി ഒരുപാട് വേദനയില് ഇപ്പൊ അവൻ അങ്ങനെ കിടക്കാണ്. അപ്പ ആ കൊറ്റുവില്ലൻ അവൻ തൊട്ടടുത്ത് കിടന്ന ഒരു വില്ലന്റെ പവർ അത് മുഴുവനായിട്ടും ഇപ്പൊ അബ്സോർബ് ചെയ്യും. പവർ കിട്ടി അവനിപ്പോ ഒരു മോൺസ്റ്ററായി മാറും. അപ്പൊ അതേ സമയം ഈ വില്ലൻ ഇപ്പൊ ഐസമ മാസ്റ്ററെയും തൂക്കിയെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഇപ്പൊ മാസ്റ്ററിനെ അങ്ങനെ ലോക്ക് ചെയ്തിടും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ഇവർ ആക്ച്വലി കടത്തിക്കൊണ്ടുപോയ ആ ഒരു പെൺകുട്ടി മുൻപ് കൊറ്റുവില്ലൻ അവൻ യാത്ര ചോദിച്ച ആ ബെഡ് റെസ്റ്റ് കിടക്കുന്ന ആളുടെ മകളാണ് ഈ പെൺകുട്ടി. കട്ട് ചെയ്ത കൊറ്റുവില്ലൻ ഇപ്പൊ കുട്ടപ്പന്റെ നേരെ മൊരച്ച് നിൽക്കും. വില്ലൻ ചിരിച്ചിട്ട് ഇപ്പൊ നമ്മുടെ ആളോട് പറയും, നിങ്ങളുടെ ചുന്ദരക്കുട്ടൻ അവന്റെ പവർ എന്റെ പുതിയ ബുള്ളറ്റ് വെച്ച് മുഴുവനായിട്ടും ഞാൻ ഇറേസ് ചെയ്തു. അത് കേട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാർ എല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. നിങ്ങളെ ഞാൻ വിടില്ല എന്നലറിക്കാറി അവനിപ്പോ ഓടിയെടുക്കും. നമ്മുടെ ഇസുക്ക് പയ്യനും അവന് ഒട്ടും വിട്ടുകൊടുക്കാതെ ഇപ്പൊ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. കട്ട് ചെയ്ത ഇപ്പൊ നൈറ്റേക്ക് അവൻ ആ കൊറ്റുവില്ലനോട് ഒരുപാട് കലി കയറും. കൊറ്റുവില്ലൻ ഇടിക്കാനായിട്ട് ഇപ്പൊ നൈറ്റൈ അവൻ റെഡി ആയിട്ട് ഇപ്പൊ അവന്റെ നേർക്ക് ഓടിയെടുക്കും. നൈറ്റൈക്ക് ആൾക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ചുന്ദരക്കുട്ടപ്പന്റെ പവർ അത് ഉറപ്പായിട്ടും ഫ്യൂച്ചറിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന്. അത് തടയാനായിട്ട് നൈറ്റൈ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ ആളതിൽ ഫെയിലായി. നൈറ്റൈ ഒരു സെക്കൻഡ് ഇപ്പൊ പഴയതെല്ലാം ഓർത്ത് ഒരുപാട് കലിപ്പില് വില്ലന്റെ അടുത്തേക്ക് വരും. അവൻ വരെ വില്ലന്റെ ഓരോ മൂമെന്റ്സും ഇപ്പൊ കറക്റ്റ് ആയിട്ട് അവന്റെ മൈൻഡിലൂടെ ഇപ്പൊ അങ്ങനെ പാസ് ചെയ്യാൻ തുടങ്ങും. മാത്രമല്ല
നമ്മുടെ ചിരിക്കുട്ടൻ അവൻ ഫ്യൂച്ചറിൽ മരിക്കുന്നതും നൈറ്റായി കറക്റ്റായിട്ട് കാണും. ആ കാര്യങ്ങള് അപ്പൂപ്പ മാസ്റ്ററോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ചേഞ്ച് ചെയ്യാൻ കഴിയോ എന്ന് ഒരുപാട് തവണ നമ്മുടെ നൈറ്റായി അപ്പൂപ്പ മാസ്റ്ററുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നൈറ്റായി ഒരുപാട് കഷ്ടപ്പെട്ട് ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യാൻ നോക്കിയിട്ടും അവനെ കൊണ്ട് സാധിക്കുന്നില്ല. വേറൊരു റൂട്ടിലൂടെ പോയി എങ്ങനെയെങ്കിലും ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ടും അവനെ കൊണ്ട് കഴിയില്ല. അവൻ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും ഒടുവില് അവൻ ഫ്യൂച്ചറിൽ കണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സംഭവിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഇസക്ക് പയ്യനെ കാണിക്കും. അവനാവട്ടെ ആ കല്ലും പാറയൊക്കെ തകർത്ത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെയും ചുന്ദരക്കുട്ടനെയും അവരെ രണ്ടുപേരെയും സേഫ് ആക്കി ഇപ്പൊ ഒരു പ്രത്യേക വഴിയിലൂടെ പുറത്തേക്ക് അയക്കാൻ ശ്രമിക്കും. പക്ഷെ ആ കുഞ്ഞിപ്പെണ്ണിന് അവക്കിപ്പോ ഒരുപാട് ടെൻഷനാവും. കാരണം ആ വില്ലൻ പറഞ്ഞത് അവളാണ് ഏറ്റവും വലിയ ശാപമെന്നാണ്. അവള് കാരണമാണ് ഒരുപാട് പേര് മരിക്കുന്നതെന്നും. അതൊക്കെ ഓർത്ത് അവളിപ്പോ പൊട്ടിക്കരയാൻ തുടങ്ങും. അപ്പൊ അതേസമയം ഇപ്പൊ നൈറ്റയെ ആ ഒരു വില്ലൻ തല്ലി തല്ലി കൊല്ലുകയാണ്. ചോര തുളുമ്പി അവനിപ്പോ ഫ്യൂച്ചറിലേക്ക് പോവും. അപ്പൊ അവൻ കാണും നമ്മുടെ ഇസുക്ക് പയ്യൻ അവൻ ഒരുപാട് ബ്ലഡിൽ കുളിച്ച് അങ്ങനെ കിടക്കുന്നത്. നൈറ്റെ അത്രയും കാണുമ്പോഴേക്കും അവന്റെ ബോധം പോയി ഇപ്പൊ അവൻ താഴേക്ക് വീഴും. അത് കണ്ട് ഇസുക്ക് പയ്യൻ അവന്റെ 20% പവർ ഇപ്പൊ കയ്യിലെടുക്കും. എന്നിട്ട് ചുന്ദരക്കുട്ടപ്പനെ നോക്കി ഇപ്പൊ നിലവിളിച്ചു പറയും, നീ എത്രയും പെട്ടെന്ന് അവളുമായിട്ട് ഓടി രക്ഷപ്പെട്. ഇവരുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. നമ്മുടെ ഹീറോ അവൻ ആ വില്ലന് നേർക്ക് ഓടി വരെ വില്ലനാവട്ടെ അവിടെ മുഴുവൻ കൂർത്ത പാറയും കല്ലും ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഹീറോയ്ക്ക് മനസ്സിലാവും അവന്റെ തല അത് തല്ലിപ്പൊളിച്ചാൽ മാത്രമേ അവനെ കൊല്ലാൻ കഴിയൂ. എന്തൊക്കെ സംഭവിച്ചാലും ആ പെൺകുട്ടിയെ അവളെ ഞാൻ ഇനി ഇവന്റെ കയ്യിലേക്ക് വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഹീറോ ചാടി വന്ന് അവന്റെ തലക്കിട്ട് തന്നെ ഒരൊറ്റ അടി. പക്ഷെ അവനൊരു പോറല് പോലും പറ്റില്ല. വില്ലൻ ചിരിക്കും. അവൻ പറയും, നിന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ പവർ അതെന്താണെന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ് അവൻ വീണ്ടും കല്ലും മുള്ളും ഒക്കെ ഇസുക്കിന്റെ ബോഡിയിലേക്ക് ഇപ്പൊ അങ്ങനെ കയറ്റി വിടും. ചോര തുളുമ്പി നമ്മുടെ ഹീറോ അവനിപ്പോ നിലവിളിച്ച് കാറും. കട്ട് ചെയ്താ ഇവിടെ ചുന്ദരക്കുട്ടൻ അവനും ഓൾറെഡി ഒരുപാട് പരിക്കുകൾ പറ്റിയതുകൊണ്ട് തന്നെ ഇപ്പൊ നടക്കാനായിട്ടാവില്ല. ഒരുപാട് രക്തം നഷ്ടപ്പെട്ട് ഇപ്പൊ അവൻ പാതി വഴിയില് അങ്ങനെ വീഴും. മറ്റൊരു ഭാഗത്ത് നൈറ്റായി അവന്റെ ബോഡിയില് ഒരു കൂർത്ത വലിയ കല്ല് കുത്തി കയറിയത് കൊണ്ട് തന്നെ അവൻ ബോധം പോയി അങ്ങനെ കിടക്കുകയാണ്. ഇവിടെ ചുന്ദരക്കുട്ടൻ അവനിപ്പോ ആ പെൺകുട്ടിയോട് പറയും, നീ എത്രയും പെട്ടെന്ന് സേഫ് ആയിട്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുക. ഒരുപാട് പേര് പുറത്തുണ്ട്. തീർച്ചയായിട്ടും അവരെല്ലാവരും ചേർന്ന് നിന്നെ രക്ഷപ്പെടുത്തും. കട്ട് ചെയ്ത ഇസക്കിന്റെ കയ്യിലും കാലിലും ഇപ്പൊ വലിയൊരു കല്ല് അങ്ങനെ വീണിരിക്കുകയാണ്. അവൻ അനങ്ങാൻ പോലും കഴിയാതെ അങ്ങനെ ലോക്കായി കിടക്കും. അപ്പൊ വില്ലൻ അവൻ വീണ്ടും ആ പെൺകുട്ടിയോട് ഇപ്പൊ നിലവിളിച്ചു പറയും, നീ എവിടെയാണെങ്കിലും വേഗം തിരിച്ചു വന്നോ. നീ കാരണമാണ് ഇത്ര ആൾക്കാര് ഇപ്പൊ മരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ആ പെൺകുട്ടിയുടെ അവളുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. കൊറ്റി വില്ലൻ അവൻ ഓരോ തവണയും അവളെ കെട്ടിയിട്ട് അവളുടെ ബ്ലഡ് അത് മുഴുവനായിട്ടും ഊറ്റിയെടുത്തുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത പെൺകുട്ടി അവള് ചാടി ഓടി ഇപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ട് വില്ലന്റെ അടുത്തേക്ക് തിരികെ എത്തും. അത് കണ്ട് ഇസുക്ക് പയ്യൻ, മോളെ ഓടിക്കോ, അവന്റെ അടുത്തേക്ക് പോയാ ഉറപ്പായിട്ടും അവൻ നിന്നെ കൊല്ലും. അത് കേട്ട് കൊച്ചു വില്ലൻ അവൻ വീണ്ടും പറയും, നീ ഇങ്ങോട്ട് വന്നിട്ടില്ല എങ്കില് ഇവരെ രണ്ടുപേരെയും ഞാൻ തട്ടിക്കളയും. അതിന് നൈറ്റേ ആള് പറയും, നമ്മുടെ മുൻപില് ഇപ്പൊ വേറെ വഴിയില്ല. അവളെ തിരികെ കിട്ടിയിട്ടില്ലെങ്കില് ഉറപ്പായിട്ടും ഈ കൊച്ചു വില്ലൻ നമ്മളെ രണ്ടുപേരെയും കൊന്നു തള്ളും. ഫ്യൂച്ചറില് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കറക്റ്റായിട്ട് കണ്ടതാണ്. അതിന് നമ്മുടെ ഇസുക്ക് അവൻ ഫുൾ കലിപ്പിൽ പറയും, എന്തൊക്കെ സംഭവിച്ചാലും എന്റെ ജീവൻ പോലും നഷ്ടായാലും അവളെ ഞാൻ ഇനി ഇവന് വിട്ടു കൊടുക്കില്ല. ഹീറോ അവന്റെ കൈ വലിച്ചെടുത്ത് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. അപ്പോഴായിരിക്കും ആ റേക്കു വില്ലനും പ്രോഫിയും ഡോറയും അവര് 3 പേരും അവിടേക്ക് അങ്ങനെ വന്ന് അടിച്ചു വീഴുക. അത് കണ്ട് ഹീറോ അവൻ ഷോക്കായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.